അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. അപ്പം നമ്മൾ ഈ പ്രായത്തിൽ 12 വയസ്സിൻ്റെയും ഏകദേശം 25 വയസ്സിൻ്റെയും ഇടക്കാണ് സെൻട്രൽ ഡെലോം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഈ തലച്ചോറിൻ്റെ ഈ ഭാഗത്തുണ്ട്. സെൻട്രൽ ഡെലോം വികസിതമാകുന്നത് 25 വയസ്സിലാണ്. അതിൻ്റെ ഇടക്കാണ് നമ്മുടെ പ്രതിപാദനത്വം വളരുന്നത്. അത് വെച്ചാണ് നമ്മൾ ബഹിരാകാശം കീഴടക്കുന്നത്, അത് വെച്ചാണ് നമ്മൾ പ്രഭാഷകനാകുന്നത്, അത് വെച്ചാണ് നമ്മൾ എല്ലാ ടെസ്റ്റുകളും എഴുതുന്നത്, അത് വെച്ചാണ് നമ്മൾ സിവിൽ സർവീസിലേക്ക് പോകുന്നത്, അത് വെച്ചാണ് നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും തീർക്കുന്നത് ഈ വയസ്സിൻ്റെ ഇടക്കാണ്. ആ വയസ്സിൻ്റെ ഇടയിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു പോകരുത്. എങ്ങോട്ട്? ചിലപ്പോൾ ടെക്നോളജി നമ്മുടെ കയ്യിലുള്ളതിൻ്റെ പേരിൽ കുട്ടികൾ മെല്ലെ ഹായ് മെസ്സേജ് അയക്കും. അത് നമ്മുടെ ഡീവിയേഷനാണ്. ഹായ് മെസ്സേജ് വന്നാൽ ഒന്നുകിൽ അതിനെ ലോക്ക് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. അല്ലാതെ ഹായ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കലാകരുത് നമ്മുടെ ജോലി. കാരണം ലക്ഷ്യബോധത്തിലേക്ക് പോകുന്നവൻ കുതിരയെപ്പോലെയാ പോവുക, ആനയെപ്പോലെ തിരിഞ്ഞു നോക്കാറില്ല. ആന തിരിഞ്ഞു നോക്കുന്നത് എങ്ങനെയാണ്? ആന നടത്തം എന്ന് പറയുന്നൊരു നടത്തമുണ്ട്, കുതിരയോട്ടം എന്ന് പറയുന്നൊരു ഓട്ടവുമുണ്ട്. ആന നടക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞാൽ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലയാക്കും. എല്ലാം കണ്ടിട്ട് ആന പോവുക. അതുകൊണ്ട് പതുക്കെ പോകാൻ പറ്റൂ, പതുക്കെ. എന്നാൽ കുതിരയുടേത് വളരെ വേഗത്തിലാണ്. വൽആദിയാതി ലബ്ഹൻ ഫൽമൂരിയാതി ഖദ്ഹൻ ഫൽമുഗീറാതി സുബ്ഹൻ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു ശൂരതയുണ്ട്. ശൂരനാട്ടിൽ നിന്നുകൊണ്ട് ആ ശൂരതയെ പറഞ്ഞുകൊള്ളട്ടെ എന്ന് വെച്ചാൽ എന്ന് പറയുന്ന ശബ്ദത്തോടെ കിതച്ചുകൊണ്ട് ഓടുന്ന കുതിരയെ തന്നെ സത്യം. കാലിൻ്റെ അടിയിൽ നിന്ന് പാറയിൽ ഉരസിയിട്ട് തീപ്പൊരി പാറിക്കുന്ന കുതിരയെ തന്നെ സത്യം. സുബഹിയുടെ മധ്യത്തിലേക്ക് സുബഹിയുടെ ആ ഒരു കാര്യങ്ങൾ കണക്കാക്കാതെ അതിൻ്റെ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കുതിരയെ തന്നെ സത്യം. സൈന്യവ്യൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇരച്ചു കയറുന്നവയെ തന്നെ സത്യം. പോകുന്ന സമയത്ത് പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് പൊടിപടലങ്ങൾ പാറിക്കുന്നവയെ തന്നെ സത്യം എന്ന് കുതിരയെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ കുതിരയോട്ടം പോലെ അതിശീഘ്രഗതിയിൽ ലക്ഷ്യത്തിലേക്ക് പോകേണ്ടവരാണ്. ദാ ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഒരാൾ പോലും അതിൽ നിന്ന് അസ്തമിച്ചു പോകരുത്, ഒരാൾ പോലും അതിൽ നിന്ന് വഴിതെറ്റിപ്പോകരുത്. കാരണം നമ്മൾ ആ ലക്ഷ്യത്തിലേക്കുള്ള പലായനത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന ചെറിയ മക്കളാകട്ടെ വലിയ കുട്ടികളാകട്ടെ ഉഗ്രമായ ശീൽക്കാരത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടവരാണ്. അപ്പോൾ ആനയോട്ടം പോലെ തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമില്ല. ആ തിരിഞ്ഞു നോട്ടത്തിൻ്റെ ഭാഗമാണ് ഏതെങ്കിലും പയ്യന്മാർ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരു ഹ്യൂമൻ സൈക്കോളജി പറയാം. ആൺകുട്ടികളുടെ ഒരു അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ ഈ നല്ല കുട്ടികളെ കുറിച്ചല്ല പറഞ്ഞോട്ടെ, ഇവിടെ എല്ലാവരും നല്ല കുട്ടികളാണ്, ഞാൻ ഇവരെ കുറിച്ചല്ല പറയുന്നു. പൊതുവെയുള്ള ആൺകുട്ടികൾ ഒരു ബസ് സ്റ്റോപ്പിലിരുന്നിട്ട് ഒരേ സമയം 4 പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കും. ഞാൻ അങ്ങനെ കുറേ കൗൺസിലിംഗ് ചെയ്തതാണ്. കുട്ടികളുടെ മൊബൈൽ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സെക്കൻഡിൽ തന്നെ ഇവർ 12 ആൾക്കൊക്കെ അയക്കുന്നത്. 12 പെൺകുട്ടികൾക്ക്. ഒരു ലിസ്റ്റിൽ ഒരുപാട് പെൺകുട്ടികളുണ്ടാവും. പെൺകുട്ടികൾ പാവങ്ങൾ വിചാരിക്കുന്നത് ഈ സാധുവിന് എന്നോട് മാത്രം സ്നേഹം. അപ്പോൾ എല്ലാറ്റിലുണ്ടാവും കരളയെന്ന്, എല്ലാറ്റിലുണ്ടാവും പൊന്നൂന്ന്. ഇത് 12 ആളോട് ഇവൻ പറയുന്നതാണ്, അല്ലാതെ നിങ്ങളോട് മാത്രം പറയുന്നതല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മളോട് മാത്രമെന്ന് വിചാരിച്ചിട്ട് അവന് തിരിച്ച് മെസ്സേജ് അയക്കും. പൊതുവേ നമുക്ക് വേണ്ടിയിട്ട് മെസ്സേജ് തന്നെയല്ല, ഒരു 2 മെസ്സേജ് അയച്ചാൽ നിൻ്റെ ഫോട്ടോ ഒന്ന് അയക്കുമോ എന്ന് പറയുന്നവരെ നിങ്ങൾ വിശ്വസിക്കുകയേ ചെയ്യരുത്. ഇറ്റ്സ് നോട്ട് ലവ്. ഒരിക്കലും അത് പ്രണയമല്ല. നമ്മളെ കാണാൻ കൊതിച്ചുകൊണ്ട് ഫോട്ടോ അയക്ക് എന്ന് 4ാമത്തെ മെസ്സേജിൽ പറയുന്നവനെ നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ പെൺകുട്ടികളോടാണ് പറഞ്ഞത്. ഈ കുട്ടികളൊക്കെ പാവങ്ങളാണ്, ഞാൻ ഇവരെ കുറിച്ചല്ല പറയുന്നത്. കാരണം അവൻ്റെ ആവശ്യം ഇന്ന് പ്രണയമല്ല നടക്കുന്നത് മക്കളെ. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. പ്രണയം എന്ന് പറഞ്ഞാൽ അതിനൊരു പവിത്രതൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അത് വേണോ വേണ്ട വേറെ കാര്യമാണ്. പ്രണയമുണ്ട് ഇസ്ലാമിൽ കേട്ടോ. പ്രണയം കല്യാണം കഴിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാ പ്രണയം. കല്യാണം കഴിച്ചിട്ട് ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് വേറെ ആരല്ല പ്രണയം. കല്യാണത്തിന് മുമ്പല്ല പ്രണയം. പ്രണയം ആസ്വദിക്കാം, നമുക്ക് പ്രണയത്തിൻ്റെ മൂർധന്യത ആസ്വദിക്കാം. പ്രണയിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആര് തമ്മിലായിരിക്കണം? അതിനാ നമുക്ക് വിവാഹം തന്നിട്ടുള്ള. വിവാഹം കഴിച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയിക്കണം. ആ പ്രണയം അതീവ രസകരമാണ്. അല്ലാതെ നമ്മളിങ്ങനെ ഉമ്മമാരെ പ്രയാസപ്പെടുത്തി ഉപ്പമാരെ പ്രയാസപ്പെടുത്തി അങ്ങനെയല്ല നമ്മളാകേണ്ടത്. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്ന് മാത്രമല്ല, എവിടെയെങ്കിലും പോയി അവസാനിക്കും. മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേരളക്കരയിൽ നിന്ന് 3500-ലേറെ കുട്ടികൾ ഇപ്പോൾ ചാടിപ്പോയി എന്നാണ് കണക്ക്. 3500-ലേറെ കുട്ടികൾ കേരളത്തിലെ, പ്രത്യേകിച്ച് അതിൽ കൂടുതലും ഏത് ജില്ലയിൽ നിന്നാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ ജില്ലയുടെ കണക്കിൽ ഒരു പക്ഷേ നമ്മുടെ ഈ ജില്ലയും പെടുമായിരിക്കാം.
ഈ ചാടിപ്പോക്കിൽ, ഈ പ്രണയത്തിൽ എന്താ സംഭവിച്ചതെന്നറിയോ? ഞാൻ ആയിരക്കണക്കിന് കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഈ ചാടിപ്പോകുന്ന സമയത്ത് ഒരിക്കലും ഇവർ ചിന്തിക്കാറില്ല. കാരണം അതൊരു കെമിസ്ട്രിയാണ്. ഇത് ശ്രദ്ധിക്കണേ. ഒരു ആൺകുട്ടി മെസ്സേജ് അയച്ചാൽ ആ ആൺകുട്ടിയെ കിട്ടണമെന്ന ധാരണയിൽ അവൾ ഇറങ്ങി പുറപ്പെടും. അങ്ങനെ പുറപ്പെട്ടവരായി 3500ഓളം കുട്ടികൾ കണക്കനുസരിച്ച്. ഈ 3500 കുട്ടികളും 2-3 മാസം ഒന്നിച്ച് കഴിഞ്ഞ് പിന്നെ അവർ തമ്മിൽ വഴക്കായി, അടിയായി, ചകിട് പൊട്ടി, തല പൊട്ടി, അവസാനം നേരെ വരുന്നത് അങ്ങോട്ട് തന്നെയാണ്, ഈ വീട്ടിലേക്ക് തന്നെയാണ്. വീട്ടിലേക്ക് വരുമ്പോഴാകട്ടെ നമ്മുടെ വീട്ടുകാരും സ്വീകരിക്കുന്നില്ല. എൻ്റെ ഒരു പ്രിയങ്കരനായ സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മുസ്തഫ ഹുദവി ആക്കോട് എന്നാണ്. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഭാഗത്തൊരു സ്ഥാപനം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്തിനാണ്? എന്നോട് പറഞ്ഞു നിങ്ങൾ ഖത്തറിലേക്ക് ഒന്ന് വരും ഒരു പരിപാടിക്ക്. ഞാൻ ഖത്തറിൽ പോയി അദ്ദേഹം വിളിച്ചിട്ട് പരിപാടിക്ക്. എന്തിനാ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മളൊരു സ്ഥാപനം കയറ്റുന്നുണ്ട്. എന്താ സ്ഥാപനം? സാർ, നിങ്ങളൊക്കെ പ്രസംഗത്തിൽ പറയാറില്ലേ കുറേ കുട്ടികൾ ചാടിപ്പോയ കഥകൾ, അവരിപ്പോൾ പലരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ വീട്ടിലേക്ക് കയറ്റുന്നില്ല. സ്വന്തം ബാപ്പച്ചി പറയാണ്, അല്ലെങ്കിൽ തൻ്റെ പിതാവ് പറയാണ് എനിക്കങ്ങനൊരു മോളില്ല എന്ന്, ഉമ്മ പറയാണ് എനിക്കങ്ങനൊരു മോളില്ല എന്ന്, ചിലപ്പോൾ മക്കൾ പറയാണ് ഞങ്ങൾക്കങ്ങനൊരു ഉമ്മയില്ല എന്ന്. അതുകൊണ്ട് ഇവർക്കാർക്കും വീട്ടിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് നേരെ ഇവരെ മാറ്റി താമസിപ്പിക്കാൻ അവർ പശ്ചാത്താപത്തിലാണ്, അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളാകെ വിഷമത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൗൺസിലേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സർ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം, അതുകൊണ്ട് നിങ്ങൾ വീട്ടുകാരോട് പറയുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളെല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കാൻ. പിന്നെ എന്തിനാ നമ്മൾ പോയത്? പിന്നെ എങ്ങോട്ടാണ് നമ്മൾ പോയത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, ഇങ്ങനെ നടക്കുന്ന മുഴുവൻ കുട്ടികളും വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് കാത്തിരിക്കാൻ വീട്ടുകാരവിടെ ഉണ്ടാകില്ല. കാരണം നിങ്ങളെല്ലാ അഭിമാനത്തെയും ചവിട്ടി അരച്ചുകൊണ്ടാണ് പോയത്. പാവം ഒരു പെൺകുട്ടിയുടെ മാതാവ് പർദ്ദയണിഞ്ഞ് കോടതിയുടെ വരാന്തയിൽ വെച്ച് ആ രംഗൊന്നാലോചിച്ച് നോക്കട്ടെ നിങ്ങൾ. ഈ കുട്ടി ഒരു അന്യമതസ്ഥനായ ഒരാളുടെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ചിലപ്പോൾ എല്ലാ മതസ്ഥരും തമ്മിൽ കല്യാണം കഴിക്കാനൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്തിനാണ് നമ്മളെല്ലാവരും മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയിട്ട് അതൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? നിയമത്തിന് അങ്ങനെ ഒരു പഴുതുണ്ട് എന്ന് വിചാരിച്ച് ഒരു ഹൈന്ദവ കുട്ടികളും ഒരു മുസൽമാനെയും കല്യാണം കഴിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി? നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞത്. ഒരു മുസ്ലിം കുട്ടിനെ പ്രണയിച്ച്, ഒരു ആൺകുട്ടിനെ പ്രണയിച്ചിട്ട് ഒരു ഹൈന്ദവ പെൺകുട്ടിയും വീട് വിട്ടിറങ്ങണ്ട. ഞാൻ പറയുന്നത് ദീനിയായ കാര്യമാണ്. കാരണം ഉസ്താദുമാരോട് ചോദിക്കുക, ആദ്യം തന്നെ ഹദീസ് എങ്ങനെയാണ് വരുന്നത്? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥങ്ങൾ ഹദീസാണ്. സിഹാഹു സിത്ത എന്ന് പറയും. 6 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ബുഖാരി ഷെരീഫാണ്, അത് കഴിഞ്ഞാൽ മുസ്ലിമാണ്. ഇങ്ങനെ 6 എടുത്തു നോക്കിയാലും എല്ലാം തുടങ്ങുന്നത് ഒറ്റ ഹദീസ് തുടങ്ങിയിട്ടാണ്. ഒരു ഹദീസാണ് അതിൻ്റെ തുടക്കം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അതിലെന്താ പറഞ്ഞത്? നീ ഒരു പെണ്ണിനെ തേടിയാണ് ഹിജറ പുറപ്പെട്ടതെങ്കിൽ പെണ്ണിനെ നിനക്ക് ലഭിക്കും. നീ അധികാരം തേടിയാണ് പുറപ്പെട്ടതെങ്കിൽ അധികാരം നിനക്ക് ലഭിക്കും. അതെല്ലാം നീ പുറപ്പെടുന്നത് അള്ളാഹുവിനെയും അവൻ്റെ വിശ്വാസമേയും തേടിയിട്ടാണെങ്കിൽ അവരെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. അതിൻ്റെ അർത്ഥം പെണ്ണിനെ തേടി പുറപ്പെട്ട പെണ്ണിനെ കിട്ടുള്ളൂ, ദീന് കിട്ടൂല എന്നുള്ളതാണ്. കിട്ടിയിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാതൊക്കെ വേറെ കാര്യം. ഞാൻ പറയുന്നത് ഒരു വിവാദവുമല്ല ഞാൻ പറയുന്നത്. നിൽക്കുന്നവർ അവിടെ തന്നെ നിന്നോട്ടെ. അതിനു വേണ്ടി തർക്കിക്കാനും അതിനെ പിന്നെ മറ്റു പല ജിഹാദുകളായി ചിത്രീകരിക്കാനും നമ്മളില്ല. ഒരൊറ്റ ഹൈന്ദവ പെൺകുട്ടിയും ഒരു മുസൽമാൻ്റെ കൂടെയും പോണ്ട. ഹൈന്ദവ പെൺകുട്ടികൾ അവരുടേതായ കല്യാണം നടത്തിയാൽ മതി. ഞാൻ പറയുന്നത് നിയമപരമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ സാധൂകരവും വീട്ടുകാരൊക്കെ തയ്യാറുവാണെങ്കിൽ നിയമപരമായിട്ട് നടത്തുന്നത് നമുക്ക് കുഴപ്പമില്ല. ഞാൻ നിയമത്തിനെതിരെ പറയല്ല. പക്ഷേ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ പോകരുത്. അങ്ങനെ ഒരു കുട്ടി പോയി, ജില്ല ഞാൻ പറയുന്നില്ല, ആ ജില്ലയിലെ കുട്ടി പോകുമ്പോൾ ഉമ്മ കോടതിയുടെ ഇതുപോലെയുള്ള പ്രതിക്കൂട്ടിൽ നിന്നിട്ട് ജഡ്ജി പറഞ്ഞിട്ട് വിധിച്ചപ്പോഴേക്കും ഒന്നവിടെ ബോധം കെട്ട് വീണ് അവിടെ നിന്ന് വെള്ളം കുടഞ്ഞപ്പോൾ എഴുന്നേറ്റ് മോളേന്നും പറഞ്ഞ് ഓടി. വരാന്തയിലൂടെ ഓടിയ ആ രംഗം നിങ്ങൾ ആലോചിക്കണം. വരാന്തയിലൂടെ ഓടിയിട്ട് ഒരു പാവം മാതാവ് 10 മാസം ചുമന്ന് നടന്ന് അവസാനം പ്രസവിച്ച് ഇതേവരെ വളർത്തി വലുതാക്കി 19 വയസ്സ് വരെ കൂടെ കൂട്ടിയ പ്രിയപ്പെട്ട മകളെ കാലിലിങ്ങനെ വാർന്നുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ പോകല്ലേ, മോളെ ദയവായി നീ പോകല്ലേ എന്ന് ആ മാതാവിൻ്റെ ശരീരത്തെ കാലുകൊണ്ട് തട്ടിയിട്ടാണ് ആ പെൺകുട്ടി പോയത് എന്ന രംഗം നമ്മൾ കണ്ടതാണ്. ഇന്ന് ആ കുട്ടിയും 3-4 മാസങ്ങൾക്ക് ശേഷം വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് കേരളത്തിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ ഇങ്ങനത്തെ പോക്കുകളെല്ലാം നഷ്ടങ്ങളെ ഉണ്ടാക്കൂ, ഒരിക്കലും ഒരു ലാഭവും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് പ്രണയത്തിൻ്റെ ലോകമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുക എന്നത് അബദ്ധസഞ്ചാരമാണ്. ഒരിക്കലും നമ്മൾ അതിലേക്ക് പോകാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തത് എൻ്റെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്,
ദയവ് ചെയ്ത് ഡ്രഗ്സിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ പോകരുത്. ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ എന്താ ഡ്രഗ്സിൻ്റെ ലോകം? ഇവിടെ ശ്രദ്ധിക്കണേ, എല്ലാ കുട്ടികൾക്കും അതൊന്നും അറിയില്ല, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അറിയണം. ഡ്രഗ്സിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ ലോകമാണ്. അതിലേക്ക് ഞങ്ങൾ പോകൂല സാറേ, ഞങ്ങൾക്ക് പോകാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ പറയുമായിരിക്കാം. പക്ഷേ ചതിക്കുഴിയിൽ വീഴാണ്. വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. മദ്രസയിലേക്ക് പോകുന്ന പാവം കുട്ടികളുടെ കയ്യിൽ വരെ മിഠായി കൊടുക്കുന്ന കാലഘട്ടമാണിത്. ഏത് മിഠായി? പാവം കുട്ടി വിചാരിച്ചിട്ടുള്ളത് ഈ മിഠായി എനിക്ക് ഇക്ക സമ്മാനമായി തന്നതാണെന്നാണ്. ഒരു കുട്ടിയെ നമ്മൾ കൗൺസിലിംഗ് നടത്തിയപ്പോൾ മനസ്സിലായത് കുട്ടി മദ്രസയിലേക്ക് പോവാണ്. 12 വയസ്സോ 11 വയസ്സായിട്ടുള്ളൂ. ആ കുട്ടിയെപ്പറ്റി ഉമ്മ പറയാണ്. കുട്ടിക്ക് പറയാപ്പോൾ പറ്റുന്നില്ല, കാരണം അത്രമാത്രം അഡിക്റ്റായിപ്പോയി. ആ കുട്ടി മദ്രസയിലേക്ക് പോകുമ്പോൾ ഒരു ബൈക്കുകാരൻ വരികയാണ്. ബൈക്കുകാരൻ വന്നിട്ട് ചോദിക്കുകയാണ്, മോനെ ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാണ്? ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇതേതാ സ്ഥലം? നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലത്തിൻ്റെ സൂര്യനാട് എന്ന് പറയുന്ന സ്ഥലമാണ്. സൂര്യനാട് എന്ന് പറയുന്ന ഈ സ്ഥലത്തുനിന്ന് ചോദിക്കുകയാണ്, കൊല്ലം കരുനാഗപ്പള്ളിയിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ കുട്ടിയൊക്കെ അറിയുന്നത് കൊണ്ട് അവർ കാണിച്ചു കൊടുക്കുന്നത് ഈ റൂട്ടിലൂടെ പോയാൽ മതി എന്ന്. നമ്മൾ മദ്രസയിലേക്ക് പോവാൻ. അപ്പോൾ ആ ബൈക്കുകാരൻ നിർത്തും. എന്നിട്ട് ചോദിക്കും, മാഷാ അല്ലാ ഉഷാറായിട്ടുണ്ട് കേട്ടോ, ഉഷാറായി മോൻ പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കുട്ടിക്ക് ഒരു അപ്രീസിയേഷൻ തോന്നും. ഹൈ ഇന്നൊക്കെ ഭയങ്കരമായിട്ട് ആദരിച്ചല്ലോ എന്ന്. ആ സമയത്ത് ഈ മിഠായി കൊണ്ട് കൊടുക്കുക. മോനെ അതുകൊണ്ട് ഈ മിഠായി കഴിച്ചോ, എൻ്റെ വകയായിട്ട് സമ്മാനം. ഈ പാവം കുട്ടി അതുവരെ കഴിച്ചത് ചോക്കോബാറും ഇതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തുടയ്ക്കാണ്. കാരണം ഈ കുട്ടിക്കറിയില്ല ഇത് പല മിഠായിയുമാണെന്ന്. അവൻ അകത്തേക്ക് കഴിക്കുന്നു. ആ കഴിച്ചത് പ്രകാരം അവൻ വേറൊരു അവസ്ഥയിലേക്ക് പോകുന്നു. പിറ്റേന്നും അവൻ വേണമെന്ന് തോന്നുന്നു. ഈ കുട്ടിയുടെ കഥ എന്താണെന്നറിയോ? പിറ്റത്തെ ദിവസം മദ്രസയിലേക്ക് പോകാതെ ഈ ബൈക്കുകാരനെ കാത്തിരിക്കാൻ. അപ്പോൾ 3 ദിവസം കഴിയുമ്പോൾ അയാൾ വരും, പിന്നെ ദിവസവും വരും. ഈ കുട്ടിയെ കാരിയറാക്കും, പിന്നെ കുട്ടികൾക്കെല്ലാം ഇത് നൽകും. ഈ കുട്ടിനോട് പറയുന്നത്, മോനെ നീ ഇത് കഴിക്കണ്ട, ഇനി എല്ലാവരിലേക്ക് എത്തിച്ചോ. അപ്പോൾ പറയും എനിക്കും കഴിക്കണം എന്ന് പറയും. എന്നാൽ ശരി, ഇഞ്ചി ഒരു 10 കുട്ടിയൊക്കെ എത്തിച്ചു തന്നാൽ ഒരു മിഠായി നിനക്ക് ഫ്രീ ആണ്. പക്ഷേ കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ അതിന് പൈസ വാങ്ങിക്കണം. അപ്പോൾ പൈസ കുട്ടികളുടെ അടുത്ത് ഉണ്ടാകില്ലല്ലോ, ക്യാഷ് ഉണ്ടാകില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതൊക്കെ വീട്ടിൽ നിന്ന് അവർ പൊക്കിയടിച്ച് കൊണ്ടുവന്നോളൂ, ഈ ബേജാറാകണ്ട എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വലിയ മാഫിയായി. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ചിന്തിക്കണം. അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മളാരും അത് തേടിപ്പോകുന്നതല്ല. നമ്മുടെ മക്കളുടെ കയ്യിൽ ഇത് പെടുന്നതാണ്. ഓരോ ആളുകളും പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഓരോരുത്തരും പാവങ്ങളാണ്. നമ്മളതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളതിൽ പെടാതിരിക്കുക, ഒരു കുട്ടി പോലും അതിലേക്ക് പോവാതിരിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ അറിയണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ചുരുക്കി പറയാം. വേറൊരു കുട്ടി ഇതിലേക്ക് പോയത് ഞാൻ 1-2 വേദികൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് ബർത്ത്ഡേയുടെ ദിവസത്തിൻ്റെ ആഘോഷത്തിലാണ്. ബർത്ത്ഡേ ദിവസം 5-8 കുട്ടികൾ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ കഴിയാൻ. അതുവരേക്കും ഭക്ഷണം ഉമ്മ തയ്യാറാക്കി 4:30 മണി വരെ അവരിരുന്ന് വൈകുന്നേരം 4:30 മണിക്ക് കുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാൻ. ഉമ്മനോട് പറയാം, ഉമ്മച്ചിയെ ഞങ്ങൾ വരാട്ടോ എന്നൊക്കെ. 8 പേരാണ്. 8 പേരാ വന്നത് ഈ കുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഭാഗത്ത് കൊണ്ടുപോയിരുത്തുന്നു. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന കുറെ കഴിഞ്ഞപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ മഗ്‌രിബ് ബാങ്കിനെ പോലും വകവെക്കാതെ ഇവർ ഇരിക്കുന്നു. അതിൽ നിന്ന് 2 കുട്ടികൾ എഴുന്നേറ്റ് പോകുന്നു. അവരെന്തോ സാധനം കൊണ്ട് തിരിച്ചു വരുന്നു. ഈ കുട്ടി പറയാണ്, കരഞ്ഞുകൊണ്ട് പറയാണ്, സർ വന്ന ഉടനെ അവരെൻ്റെ നെഞ്ച് പിടിച്ച് താഴ്ത്തി, എൻ്റെ കാല് പിടിച്ചു വെച്ചു, എൻ്റെ കൈ പിടിച്ചു വെച്ചു. എന്നിട്ട് മദ്യം എൻ്റെ വായിലേക്ക് അവരൊഴിച്ചു തന്നു. കാരണം കൊണ്ടുവന്നത് മദ്യമായിരുന്നു എന്നാണ്. ഈ പാവം കുട്ടി ഇപ്പം എന്താ ചെയ്തത്? ബർത്ത്ഡേ ആഘോഷിച്ചതാണ്. ബർത്ത്ഡേ ആഘോഷിക്കാൻ 8 കുട്ടികളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞതാണ്. ഈ വന്ന കുട്ടികൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് പോയതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ നേരെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് ഈ മദ്യമാണ്. ഈ കുട്ടി പറയാണ്, സാർ എൻ്റെ ഉമ്മ തഹജ്ജുദ് പോലും ഒഴിവാക്കാത്ത സ്ത്രീയാണ്. നിസ്കാരം എല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളാണ്. അന്നത്തെ മഗ്‌രിബും ഒഴിവാക്കി ഞാൻ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവർ നെഞ്ചും കയ്യും പിടിച്ചു വെച്ച് കാലും പിടിച്ചു വെച്ച് എനിക്ക് മദ്യം തരുമെന്ന് ഞാൻ അറിയില്ലായിരുന്നു സാർ. ഇത് ചെയ്യുന്നത് ആരാന്നറിയോ? എവിടെയെങ്കിലും കിടക്കുന്ന ആളുകളല്ല. സെലിബ്രേഷൻ മൂഡ് വരുമ്പോൾ, സൈക്കോളജിയിൽ സെലിബ്രേഷൻ ആഘോഷമാണ്. ആഘോഷ സമയത്ത് നമ്മൾ പലതും മറന്നു പോവാണ്. ഉദാഹരണത്തിന് നമ്മുടെ വിവാഹ ദിവസം, നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ, മേക്കപ്പെല്ലാം അണിഞ്ഞ് സുന്ദരമായി. ഇവിടെ മേക്കപ്പ് ഉണ്ടോ? ഇവിടെ ഉണ്ട് അല്ലേ? മേക്കപ്പ് അണിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പുതുനാരികൾ നിൽക്കലാണ്. പുതുപെണ്ണ് തന്നെയല്ലേ നിങ്ങൾ പറയാം അല്ലേ? ആര്? കല്യാണപ്പെണ്ണ് ഒരുങ്ങി നിൽക്കുകയാണ്. ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ടോ? ഞാൻ എൻ്റെ വിശ്വാസികളോടായി പറയുന്നത്,
അന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ്. നമ്മൾ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ അന്നത്തെ ളുഹർ നമുക്കില്ല, അന്നത്തെ അസർ നമുക്കില്ല. ഒൺലി ബിക്കോസ് ഓഫ് മേക്കപ്പ് പോകും ഒതുകൊടുത്താൽ എന്ന് വിചാരിച്ചിട്ട് മേക്കപ്പും കൂടി ഇല്ലാതെ നിൽക്കുകയാണ്. ആര് പറഞ്ഞു നമ്മളോട് ളുഹർ ഒഴിവാക്കാൻ? ആര് പറഞ്ഞു നമ്മൾ അസർ ഒഴിവാക്കാൻ? ആര് പറഞ്ഞു ഇതൊക്കെ ഒഴിവാക്കാൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അന്നൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന നമ്മൾ, മുസല്ല പിരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിക്കേണ്ട നമ്മൾ, ആ സമയത്ത് നമ്മൾ മേക്കപ്പ് ഇട്ട് നിന്നു എന്നതിൻ്റെ പേരിൽ അന്നത്തെ നിസ്കാരം ഒന്നുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? എനിക്കറിയാം, മലപ്പുറം ജില്ലയിലെ വളരെ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ മകള് മലേഷ്യയിലെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പോയി. അതുവരേക്ക് ആ കുട്ടി മോഡേൺ കുട്ടിയായിരുന്നു. പോയി പഠിച്ച് 3 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ, ഞാൻ ആ പിതാവിൻ്റെ ഒരു സ്നേഹിതനും കൂടിയാണ്, എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉപ്പച്ചിയോട് പറയണം എനിക്കൊരു തരി സ്വർണം വേണ്ട എന്ന്, എനിക്ക് ഖുർആൻ മഹറായിട്ട് വേണം മതി എന്ന്. ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടി ഒരു തരി സ്വർണം പോലും ഇടാതെയാണ് പുതിയെണ്ണിറങ്ങിയത്. വേണമെങ്കിൽ പിതാവിന് ഒരു ജ്വല്ലറി തന്നെ ആ കുട്ടിക്ക് സമ്മാനിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ആ കുട്ടി അതിലേക്ക് പോയി. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആഭരണം ധരിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇസ്ലാമികപരമായ മാനദണ്ഡത്തിലൂടെ നമ്മൾ പോകുമ്പോൾ മേക്കപ്പ് ഇട്ടുകൊണ്ട് ഇതൊക്കെ നടന്ന് ആ ഒരു നല്ല ദിവസത്തിൽ പോലും ഇതില്ലാതെ, നിങ്ങൾ ക്രിസ്ത്യൻ ജനതയെ കണ്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരല്ല, ഹൈന്ദവ ജനത, ഞങ്ങളൊക്കെ നാട്ടിൽ ഇതൊക്കെയുണ്ട്. അവരുടെ നിക്കാഹിന്, അവരുടെ മനസ്സമ്മതത്തിനൊക്കെ അവർ ഇതൊക്കെ തെളിയിച്ചുകൊണ്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ മതപരമായ ചടങ്ങിലൂടെ ഈ കാര്യങ്ങളൊക്കെ പോണത്. ഇതേപോലെ തന്നെ ഹൈന്ദവരായ ആളുകൾ നെൽക്കതിർ ദീപങ്ങളൊക്കെ കൊളുത്തിയിട്ട് നല്ല രീതിയിലാണ് അവരുടേതായ കാര്യങ്ങളൊക്കെ പോണത്. തന്നെയല്ല, വീട്ടിലേക്ക്, ഞങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. വീട്ടിലേക്ക് പുതുപെണ്ണ് കയറാൻ നേരത്ത്, നിങ്ങൾ പറയുന്ന കല്യാണ പെണ്ണ് കയറാൻ നേരത്ത് അവരുടെ അമ്മയുടെ അനിയത്തി, അമ്മയുടെ ചേട്ടത്തിയൊക്കെ പാടെ അണിനിരന്ന് നിൽക്കും. എന്നിട്ട് ഈ കുട്ടിയുടെ കയ്യിൽ നിളവിളക്ക് കൊടുക്കും. മോളെ അത് കടരുത് എന്ന് പറയും, വലത്തേ കാല് വെച്ച് കയറണമെന്ന് പറയും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടികൾ, ഈ പാവം ഈ ഹൈന്ദവരായ കുട്ടികൾ എന്താക്കുന്നത്, ഈ വീട്ടിലേക്ക് കയറുന്നത്. നമ്മൾ JCBയിൽ അടിച്ച് പൊളിച്ച് ഗാനമേള നടത്തിയിട്ടാണ് കയറുന്നത്. എല്ലാറ്റിനും ചില ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അന്നത്തെ സന്തോഷങ്ങളുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ കല്യാണം പിരിഞ്ഞു പോയത് എനിക്കറിയാം. അതെന്തുകൊണ്ടാ? കൂട്ടുകാർ വന്ന് തിമർത്താടി ആകെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി, ഒരച്ചടക്കവും ഇല്ലാത്തത് കൊണ്ട് ഡിസ്പേഴ്സ് എന്ന് മാന്യനായ പിതാവ് പറഞ്ഞിട്ടുണ്ട്. അന്ന് നിക്കാഹ് കഴിഞ്ഞിട്ട് അന്ന് തന്നെ പിരിച്ചുവിടും. ഈ പുയ്യാപ്പിളയെ നമുക്ക് വേണ്ട, ഈ പുതുമാരനെ നമുക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എത്ര കല്യാണങ്ങൾ അങ്ങനെ തകർന്നു പോയി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിവാഹങ്ങളൊക്കെയും പവിത്രമാണ് എന്ന് മനസ്സിലാക്കി ഭാവിയിൽ വരാനിരിക്കുന്ന കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും മോശമായ പെരുമാറ്റത്തിലേക്ക് പോകരുത് എന്നതായിരിക്കണം. ഡ്രഗ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ, എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ആദ്യത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നറിയോ? നമ്മളോട് പറയും നമ്മുടെ സ്നേഹിതന്മാർ, പുക വന്ന് വലിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പുക വലിച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവനിങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പമാരിലോ നാട്ടിലൊക്കെ ഏതെങ്കിലുമൊക്കെ മാന്യന്മാർ ഇത് വലിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നാട്ടുകാരായ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ടും മുമ്പിലല്ലാതെയും വലിക്കാൻ പാടില്ല. പുകവലിക്കരുത്, പുകവലി നാശമാണ്. അതിന്മേൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ക്യാൻസറിന്. ആദ്യം എഴുതി വെച്ചിരുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്നാണ്. പിന്നെ അത് എന്താക്കി മാറ്റി, ഇറ്റ് ഈസ് കോസസ് ടു ക്യാൻസർ, ക്യാൻസറിന് കാരണമാകുമെന്ന് എഴുതി. ഇപ്പോൾ എഴുതി വെക്കുന്നത് ഇറ്റ്സ് കിൽസ് യു, ഇത് നിന്നെ കൊല്ലുമെന്നാണ്. ഇതൊക്കെ എഴുതി വെച്ചിട്ടും പിന്നെ എന്തിനാണ് നമ്മളിത് വലിക്കാൻ നിൽക്കുന്നത്? ഇത് എഴുതി വെക്കാതെ ഈ സാധനം വിൽക്കാൻ പാടില്ല. അത് ക്യാൻസറിന് കാരണമാകുമെന്ന് എഴുതി വെക്കണം, അല്ലെങ്കിൽ അത് നിന്നെ കൊല്ലുമെന്ന് എഴുതി വെക്കണം. അല്ലാതെ വെറുതെ സിഗരറ്റ് സ്മോക്കിംഗ് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അത്ര സ്ട്രോങ് ആയ കാര്യം. പിന്നെ മരിജുവാൻ അഥവാ കഞ്ചാവാകുമ്പോൾ അതിലും സ്ട്രോങ്, LSD ആകുമ്പോൾ അതിലും സ്ട്രോങ്, MDMA ആകുമ്പോൾ അതിലും സ്ട്രോങ്. ഇങ്ങനെ ഉപയോഗിച്ച് പോവുക. എന്താ കാര്യം? കൂട്ടുകാരാണ് ഇതിൽ നമ്മളെ കൊണ്ടുചെന്നാക്കുന്നത്. വിവാഹത്തിൻ്റെ തലേ ദിവസം, അതേപോലെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ദിവസം, ഇതിലൊക്കെ നമ്മൾ പെട്ടുപോവാണ്. പിന്നെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഇതിലും വലിയൊരു ലഹരിയായിട്ട് ചിലത് വന്നിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയെങ്കിലും ഒരു പോസ്റ്റർ ഇടണം, എന്നിട്ട് ഹായ് ബ്രോസ്, ഹായ് ബ്രീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ബോറാന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നല്ല നിലയിൽ കുറേ ഇൻഫർമേഷൻസ് ഒക്കെ ഇടുന്നവരുണ്ടാകും. എനിക്കിത് പറയാനുള്ളൊരു അവകാശങ്ങൾ തരണം. ഇതിപ്പോൾ ക്യാമറ പകർത്തുന്നുണ്ട്, ആരാ പകർത്തുന്നതിന് കൂടെ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു യൂട്യൂബിലേക്ക് ഒരു വീഡിയോ ഇട്ടിട്ടില്ല. 14 ലക്ഷം കണ്ട വീഡിയോസൊക്കെ ഉണ്ട്, 14 ലക്ഷം കണ്ട വീഡിയോസ് ഉണ്ട്. പക്ഷെ അതാരാ ഇട്ട് എന്നത് പോലും എനിക്കറിഞ്ഞൂടെ. MTalk, ഞാൻ അറിയാത്ത ഏതോ ടീമാണ്. ഞാൻ അവരെ തേടി കുറേ നടക്കുന്നുണ്ട്, പക്ഷെ എനിക്കിതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. വോയിസ് ഓഫ് ഇസ്ലാം, എനിക്കറിഞ്ഞുകൂടെ ആരാന്നുള്ളത്. ഞാൻ ഇവരെ തപ്പിയിട്ട് നടക്കാറുണ്ട്.
കാരണം അവരങ്ങോട്ട് എടുത്തിടുകയാണ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ കൊടുക്കുന്ന ഈ നെഗറ്റീവായിട്ടുള്ള ചില കമൻസ് ഉണ്ട്, അത് ഭയങ്കര മോശം. ഹൈപ്പ് കിട്ടാൻ വേണ്ടി, ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഹെഡിങ് ഇടുക. ഒന്നും നാളെ ഞാൻ കണ്ടു, ജസ്ല മാടശ്ശേരിക്ക് മറുപടി. ഞാൻ അവർക്ക് മറുപടി, ഞാൻ പെണ്ണിനെ തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഒരിക്കൽ കണ്ടു RSSകാർക്ക് മറുപടി. ഞാൻ ഇന്ന് വരെ RSSകാർക്ക് മറുപടി കൊടുത്തിട്ടില്ല. എൻ്റെ പണി അതല്ല. വേറെ ഒന്നിൽ കണ്ടു, എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ ഇങ്ങനെയായാൽ അങ്ങനെയാകും, എങ്ങനെയായാൽ എങ്ങനെയാകും, തോന്നിയ പോലെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇന്നാൾ ഞാൻ കണ്ടു, ഏതോ ഒരു കൗൺസിലിങ്ങിൽ ഒരു കുട്ടി എന്നോട് വന്നിട്ട് പറഞ്ഞതാണ്, എൻ്റെ ഉമ്മ ചീത്തയാണ് സാർ, ആ ഉമ്മ എന്തോ മോശപ്പെട്ടത് കണ്ടിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ചീത്തയാണ് എന്ന് ടൈറ്റിൽ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക? സുലൈമാമേ പത്തുവിൻ്റെ നഊദുബില്ലാ, അള്ളാഹു കാക്കട്ടെ, നല്ലൊരു മുത്തക്കിയായ സ്ത്രീയായിരുന്നു. പാതിരാവിലെ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. രാത്രി 2 മണിക്ക് എഴുന്നേൽക്കുകയും 3 മണി 3:30 മണിക്ക് ഖുർആൻ ഓതുകയും ചെയ്തിട്ട്, ഞാൻ അതിശയോക്തി പറയല്ല, എൻ്റെ അയൽവാസികൾക്കൊക്കെ അറിയാം, ഒരാഴ്ച കൊണ്ട് എന്തായാലും ഒരു ഖത്തം തീർക്കുന്ന ആളായിരുന്നു പാവം. അപ്പോൾ ടൈറ്റിൽ ഇങ്ങനെ കൊടുക്കും, ഏതോ കുട്ടി പറഞ്ഞതൊക്കെ വെറുതെ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയുമായിട്ടും ഞാൻ എന്നെക്കുറിച്ച് പറയില്ല. ഞാൻ ഇന്നേ വരെ ഈ പരിപാടിക്ക് നിന്നിട്ടില്ല. ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ല, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് അല്ല. ഇപ്പോൾ ഈ ഹെഡിങ് ഒക്കെ പാടെ കണ്ടപ്പോൾ ഒന്ന് ആക്റ്റീവായ തിരക്കടില്ല എന്നുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ഈ സൂര്യനാട്ടിൽ വെച്ചിട്ട് ശൂരതയോടെ പ്രഖ്യാപിച്ചോട്ടെ. ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. അഥവാ ഞാൻ അടുത്ത് തുടങ്ങുകയാണെങ്കിൽ അതിൽ നിന്നൊരു നയാ പൈസ പോലും ഞാൻ ഉപയോഗിക്കില്ല. ആ പൈസ എനിക്ക് ഒട്ടു വേണ്ടതാണ്. കാരണം പക്ഷേ എനിക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആകെ ആവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ കൺവേ ചെയ്യുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ആൺകുട്ടികളോടും എന്തെങ്കിലുമൊക്കെ വഷളായിട്ട് നമ്മൾ എന്താക്കരുത്, പോസ്റ്ററുകൾ ഉണ്ടാക്കരുത്. അവനവനെ സ്വയം വിറ്റുകൊണ്ട് ആരെങ്കിലും ജീവിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കരുത്. റീൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മോശമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കടത്തിക്കൂട്ടരുത്. പകരം നമ്മൾ നല്ല സൗമ്യതയോടുകൂടി നല്ല ഇൻഫർമേഷൻസ് കൊടുക്കാൻ നിങ്ങൾ കൊടുത്തോ, നല്ലതാണെങ്കിൽ അതും ഹലാലും ഹറാമൊക്കെ നോക്കിയിട്ട്. അതല്ലാതെ ഒരിക്കലും നമ്മൾ പ്രശസ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടല്ലേ. അതുകൊണ്ട് എൻ്റെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നല്ല അച്ചടക്കത്തോടെ മര്യാദപൂർവ്വം ജീവിക്കുക. എന്നാൽ നിങ്ങൾ പഠിച്ചുയരുക, നമ്മുടേതായ മൂല്യം തകർക്കാതിരിക്കുക. ആ മൂല്യം തകർത്തുകൊണ്ട് പോകരുത്. ആൺകുട്ടികളോട് പ്രത്യേകിച്ചും. എൻ്റെ സമയം ഏകദേശമൊക്കെയായി, ഇനി അടുത്തൊരു സെഷനും കൂടി നടക്കാനുണ്ടതുകൊണ്ട് ഞാൻ മെല്ലെ കൺകുളടിയുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. എന്ന് വെച്ചാൽ നമ്മളൊരിക്കലും ഡ്രഗ്സിലേക്കോ ഇതിലേക്കോ പോകരുത്. നിങ്ങൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരു ആ കുട്ടിയുടെ പേര് നിങ്ങൾക്കറിയാമായിരിക്കും. അവൻ്റെ പേര് ഇങ്ങനെ കൊടുത്തു വെച്ചിട്ട് അവനൊരു ഏകദേശം 22 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അവൻ ആദ്യം മദ്യം ഉപയോഗിച്ചത്, പിന്നെ MDM ഉപയോഗിച്ചത്, അങ്ങനെ പോലീസ് പിടിച്ചത്. സാലിഹ് എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി എന്നിട്ട് പറയാണ്, ഞാനത് ഉപയോഗിച്ചിരുന്നു, പിന്നെ ഒരു വേദിയിൽ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്നിച്ചുണ്ടായിരുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അവസാനം എന്നെ ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിൽ എൻ്റെ കൂടെ കഴിഞ്ഞിരുന്നത് ജ്യേഷ്ഠനെ കമ്പിപ്പാര കൊണ്ട് അടിച്ചു കൊന്ന ഒരു കൊലയാളിയായിരുന്നു. ജയിലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അനിയനെ കഠാര കൊണ്ട് കുത്തിക്കൊന്ന ഒരാളായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ലാതെ നിൽക്കുമ്പോഴാണ് ജഡ്ജി ഞങ്ങൾക്ക് ബെയിൽ തരുന്നതും ജാമ്യം തരുന്നതും, അങ്ങനെ ഞാൻ ജീവിതം മാറ്റിമറിക്കുന്നതും എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അവൻ പറഞ്ഞ് ഇത്രത്തോളം പറയുന്നു, എൻ്റെ പിതാവിന് നേരെ കഠാര കൊണ്ട് ആഞ്ഞു വീശിയ ആളാണ് ഞാൻ. എന്നിട്ട് അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല, അന്ന് കുത്തുകൊണ്ടിട്ടൊന്നുമില്ല, പക്ഷേ ഈ അടുത്തിടെ ആൾ മരിച്ചുപോയി. ഇപ്പം ഞാൻ നല്ല ആളാണ്, പക്ഷെ ഞാൻ നന്നായി എന്നുള്ള അവസ്ഥ പോലും കാണാൻ എൻ്റെ പിതാവിന് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ നിലവിളിക്കുകയാണ്, കരയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാക്കളെ, സ്വന്തം പിതാക്കളെ, സമൂഹത്തിനെ എല്ലാം ഇങ്ങനെ കിരാതന്മാരെ കൊന്നൊടുക്കിയിട്ട് എന്തിനാ നമ്മൾ ഇത്തരം ജീവിതത്തിലേക്ക് പോകുന്നത്? അതുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥി കൂട്ടങ്ങളോട് പഠിച്ചുയരുക, നല്ല അവസ്ഥയിലേക്കാവുക. ഒരിക്കലും ജീവിതത്തിൽ മയക്കുമരുന്ന്, മദ്യപാനം പോലെ, ടെക്നോളജിയുടെ അതിപ്രസരം പോലെ എന്തെങ്കിലും ഒരു ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകാതിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, സമയം അസ്തമിച്ചതുകൊണ്ട് കുറച്ചൊന്ന് സ്പീഡിൽ പറഞ്ഞു പോയിക്കോട്ടെ, ഒരു പക്ഷേ ഇതിൽ നിന്നായിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടാവുക. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഒഴുക്കാണ്. നിങ്ങൾ ഡോക്ടറായിക്കോ, നിങ്ങൾ എഞ്ചിനീയറായിക്കോ, നിങ്ങൾ സിവിൽ സർവീസുകാരനാക്, നിങ്ങൾ IIT-കാരനാക്, നിങ്ങൾ IIMA-കാരനാക്, എല്ലാം നിങ്ങളായിക്കോ. പക്ഷേ ഒരിക്കലും നിങ്ങൾ വഴിതെറ്റിപ്പോകുന്ന കുട്ടിയായി മാറരുത്. ഉയരങ്ങളിലെത്തി നിങ്ങളെത്തണം. നിങ്ങൾക്കറിയോ,
ഓരോ കമ്പനിയും നമുക്ക് സാലറി തരുന്നത്. ഗൾഫിൽ നിങ്ങൾ നോക്കിക്കോ, ഗൾഫിൽ പോകുന്നവരോട് ചോദിക്കൂ, ഏറ്റവും താഴേക്കടയിലുള്ളവർക്ക് 2000 ദിർഹം, അതിൻ്റെ മുകളിലുള്ളവർക്ക് 20,000 ദിർഹം, അതിൻ്റെ മുകളിലുള്ളവർക്ക് 1,00,000 ദിർഹം. ഇതാണ് സാലറിയുടെ പാറ്റേൺ സാധാരണ. അതിന് ഫങ്ഷണൽ ലെവൽ, ഗ്രോത്ത് ലെവൽ, സ്ട്രാറ്റജിക് ലെവൽ എന്നാ കൊടുക്കുക. സ്ട്രാറ്റജിക് ലെവലിലേക്ക് കൊടുക്കണമെങ്കിൽ ഇതാ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം, ജസ്റ്റ് ജോബ് എന്നത് മാറ്റി സ്ട്രാറ്റജിക്കൽ ജോബിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകണം. എന്താ സ്ട്രാറ്റജിക്കൽ ജോബ്? ഒരു ഉദാഹരണത്തിന്, ഇതാ ഈ കാണുന്നത് ഒരു വീടാണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഇതൊരു ബിൽഡിംഗ് ആണ്. ഇതിന് വേണ്ടിയിട്ട് പടവുകാർ വന്നിട്ടുണ്ടാകും. 100 ദിവസം, ഒരു പക്ഷേ 3 മാസം വെച്ചിട്ടായിരിക്കും ഇത് പടുത്തിട്ടുണ്ടാവുക. ഓരോ വരവരും നമ്മൾ അവർക്ക് കൊടുത്തത് 1000 രൂപ കൂലിയാണ് ഒരു പടവുകാരന്. അപ്പോൾ ഏകദേശം 100 ദിവസം വന്നാലേ 1,00,000 രൂപ അയാൾക്ക് കിട്ടൂ. ബിക്കോസ് ഇറ്റ് ഈസ് ഫിസിക്കൽ ജോബ്. അത് ശരീരം കൊണ്ടുള്ള ജോലിയാണ്. ശരീരം കൊണ്ടുള്ള ജോലിക്ക് 1000 രൂപയെ നമുക്ക് പ്രതിഫലം കിട്ടും. എന്നാൽ ഇതൊരു മനോഹരമായ വീടാണെങ്കിൽ അതിനൊരു ആർക്കിടെക്റ്റ് ഉണ്ടാകും. ആർക്കിടെക്റ്റ് 4 പ്രാവശ്യം അങ്ങോട്ട് വരും. ഏറ്റവും സ്ട്രോങ് ലെവലുള്ള ആർക്കിടെക്റ്റ്. അത് എങ്ങനെയായിരിക്കും വരിക? ഒന്ന് അതിൻ്റെ ഫൗണ്ടേഷൻ്റെ സമയത്ത്, മറ്റൊന്ന് അതിൻ്റെ ഈ സ്ട്രക്ചർ പൂർത്തിയാകുന്ന സമയത്ത്, പിന്നൊന്നതിൻ്റെ ഫിനിഷിങ് സമയത്ത്, മറ്റൊന്നതിൻ്റെ പേപ്പേഴ്സിൻ്റെ കാര്യങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എത്തുക. ഇതാണ് ഒരു ആർക്കിടെക്റ്റ് വരിക. പക്ഷേ ആ ആർക്കിടെക്റ്റിന് ചുരുങ്ങിയത് നിങ്ങൾ 5,00,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. 1 കോടിയുടെ വീടാണ് നിങ്ങൾ കയറ്റിയത് എങ്കിൽ. അപ്പോൾ അയാളുടെ ഒരു ദിവസത്തെ വരവിന് 1,15,00,000 രൂപയാണ് വാല്യൂ. അതിനെയാണ് ഇൻ്റലക്ച്വൽ ജോബ് എന്ന് പറയുക. അപ്പോൾ ഈ ഇരിക്കുന്ന കുട്ടികളോട് ഞാനൊരു മെസ്സേജ് പോലെ പറയാം, ഭാവിയിൽ നിങ്ങൾ ശരീരം കൊണ്ട് ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധി കൊണ്ട് ജോലി ചെയ്യുന്ന കുട്ടികളായി മാറുക. അതിന് ഉയരങ്ങൾ കയറി പഠിക്കുക എന്നതാണ്. ഉയരങ്ങൾ കയറി പഠിക്കുമ്പോൾ ഏറ്റവും വലിയ പഠിത്തമായി നമ്മൾ കാണേണ്ടത് ഇതൊരു മദ്രസ ഹാളാണ്, ഇതൊരു മഹലിൻ്റെ പരിപാടിയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ പറയല്ല, എന്നോട് ചോദിക്കുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ, ഏറ്റവും വലിയ ഉയർച്ച ഏത് എന്ന ചോദ്യത്തിന് എൻ്റെ അടുക്കൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം വിശുദ്ധ ഖുർആൻ പഠിക്കലാണ്, ഹദീസ് പഠിക്കലാണ്, ലോകോത്തര പണ്ഡിതന്മാരാകലാണ്. നിങ്ങൾ അബുൽ ഹസൻ അലി നദ്വി സാഹിബിനൊന്ന് ഓർത്തു വെക്കണം. അബുൽ ഹസൻ നദ്വി സാഹിബ് 9-10 വയസ്സുള്ളപ്പോൾ ഖുർആൻ ഹാഫിലായി. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോൾ ഉമ്മയുടെ ഒരു കത്ത് വന്ന്, ഇംഗ്ലീഷ് പഠിക്കലെന്ന് പ്രശ്നമൊന്നുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ഒരുമ്പെട്ടതാണ്, അങ്ങനെ ഒരുങ്ങിയതാണ്. ആ സമയത്ത് ഉമ്മൻ്റെ കത്ത് വന്നു, മോനെ നീ ഇത് പഠിച്ചിട്ട് എങ്ങോട്ടും നീങ്ങിയാൽ മതി എന്ന്. അങ്ങനെ നീ കിതാബ് തന്നെ പഠിക്കണം, നീ ഉയർന്നു പോകണം, നിന്നെ ലോകത്തിലെ വലിയ പണ്ഡിതനാക്കാനാണ് ഈ ഉമ്മയുടെ ലക്ഷ്യമെന്ന്. അങ്ങനെ പഠിച്ചുയരുന്ന കൂട്ടത്തിൽ ആ പാവം സ്ത്രീ അന്ന് കത്തെഴുതുമ്പോൾ എഴുതി, മോനെ നീ ബേജാറാകണ്ട, നീ ഏതിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അവരൊക്കെ നിന്നെ കാത്തിരിക്കുന്ന കാലം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. നിന്നെ കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടാകും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ സന്ദർശിച്ചപ്പോൾ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ചെയറുണ്ട്. അദ്ദേഹം പഠിക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയിട്ടുള്ള കാംബ്രിഡ്ജിൽ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്ന ചെയർ ഉണ്ടായിരുന്നു. അതാണ് മൗലാന അബുൽ ഹസൻ അലി അന്നദ്വി സാബ്. നമ്മൾ ഓർക്കേണ്ടത്, വിശുദ്ധ ഖുർആനിലൂടെ, തിരു ഹദീസിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇനി നിങ്ങൾ ഡോക്ടറും എഞ്ചിനീയറും എന്തെങ്കിലുമൊക്കെ ആയിക്കോ, പക്ഷേ ഖുർആനെ മുമ്പിൽ വെക്കുക, ലോകത്തിലെ സമാധാനത്തിന് മുമ്പിൽ വെക്കുക, മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കാൻ നമുക്ക് പറ്റുക, എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുക. അതായിരിക്കണം നമ്മുടെ ആദ്യത്തെ സ്ലോഗൻ. എൻ്റെ ശൂരനാടിലെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള, നിങ്ങളെല്ലാവരും ഖുർആൻ പഠിക്കാൻ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സാധാരണഗതിയിൽ ഒരു 10-15 ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് പകരം കൊല്ലത്തെ ശൂരനാടിൽ എല്ലാ കുട്ടികളും ഏതാണ്ട് എഴുന്നേറ്റ് നിന്നു എന്നതാണ്. അതിന് നിങ്ങൾക്ക് 1000 ബിഗ് സല്യൂട്ട്.